ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ കഴിവുള്ള നേരത്തെ CBI കേസുകൾ മുക്കി ഇൻവെസ്റ്റിഗേഷൻ ഹൈജാക്ക് ചെയ്ത് തൊലച്ച് ഏത് മർഡർ കേസിനെ സൂയിസൈഡ് ആക്കാൻ കെൽപ്പുള്ള ആളുകൾ ഭരണത്തിലുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നത് എനിക്ക് തന്നെ അനുഭവം. നമുക്ക് ഒരാള് ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് വേണമെങ്കിൽ തമസ്കരിക്കാം. പക്ഷേ അത് തമസ്കരിക്കാം, പോലീസിന് വേണമെങ്കിൽ തമസ്കരിക്കാം, തമസ്കരിക്കാം. പക്ഷേ ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നില്ല എന്നാണ് പറയുന്നത്. ഇടപെടാൻ പറ്റില്ല. പിന്നെ പറയും അതൊരു ദയനീയമായ അവസ്ഥയാണല്ലോ. അല്ല, എന്തുകൊണ്ട് ചന്തു നായരെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് ഓറലായിട്ട് ചോദിക്കും. സാർ അത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് കേട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും? അങ്ങനെ ഡയറക്ഷൻ ആണെങ്കിൽ എന്ന് അവർ ഇത് വായിച്ചിട്ട് അവർ ഇത് ഡയറക്ഷൻ കൊടുക്കുമല്ലോ, ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിൽ ചന്തു നായരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ഒരിക്കലും ഒരു ജഡ്ജ് പറയില്ല. പിന്നെ മറ്റത് തീർന്നില്ല, മറ്റേ ഇടപെടുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടാൻ ചാൻസ് ഉണ്ടോന്ന്. അപ്പോൾ ഇങ്ങനെ ഇടപെടാനുള്ള ചാൻസ് ഉണ്ട്, അതിനൊരു സംശയമില്ല. അങ്ങനെ അല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ TK രാമകൃഷ്ണൻ സാറ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പം കയറിയതാണ്. ഞാനൊരൊറ്റ സ്ഥലത്തെ കണ്ടുള്ളൂ ഒരു പീരീഡ്. അന്ന് തൊട്ട് 1981 തൊട്ട് 2018 വരെ ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ മോളിൽ നിന്ന് ഇടപെടാത്ത അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഒരു പീരീഡ് ഞാൻ കണ്ടു, ഒറ്റ പീരീഡ്. AK നിസാർ, ഞാൻ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്, AK നിസാർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇരുമ്പൻ ജോസഫ് സാർ DGPക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അന്ന് ഭയങ്കര ഫ്രീഡം ആയിരുന്നു പോലീസിന്. പിന്നെ മാത്രമല്ല ഈ DGP വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോലീസുകാർ പോക്കൃത്തം കാണിക്കുകയാണെങ്കിൽ അത് നോക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പീരീഡ് ഒഴിച്ച് ബാക്കി എല്ലാ പീരീഡും ഇന്റർഫിയറൻസ് ഉണ്ട്. പിന്നെ അത് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഈ ശരി ഇന്റർഫിയർ ചെയ്താൽ സോറി ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റർ, സർക്കിൾ ഇൻസ്പെക്ടറോ DYSPയോ അല്ലെങ്കിൽ നമ്മുടെ ഈ SP ശശിധരനോ അങ്ങനെ പറഞ്ഞാൽ, ഇത് അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുകളിലോട്ടും പറയുമല്ലോ. അപ്പോൾ ഈ ഞാൻ ഒരു വിധത്തിലും മോശമാക്കി പറയല്ല, പോലീസിൽ ഇതാണ് നടക്കുന്നത്. 37.5 വർഷം പോലെ ഇത് കണ്ടത്. അതാ പെട്ടെന്നങ്ങ് പോലീസ് നന്നായോ? നമ്മുടെ പോലീസ് NIA അല്ലെങ്കിൽ ജാപ്പനീസ് പോലീസ് ആയിട്ടില്ല. അപ്പോൾ